1941 ഇന്ത്യ രാജ്യത്ത് മദൂദിയുടെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത്. ഈ രാജ്യം വിഭജിക്കപ്പെട്ടുവെന്നും അവശേഷിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിൽപ്പെട്ട മുസ്ലിം ജനങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ഇത് ഹിന്ദുക്കളുടെ രാജ്യമായി മാറിയെന്നുമാണ് അന്നത്തെ RSS പറഞ്ഞത്. അതിനെ ശരിവെച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇന്ത്യ വിട്ടുപോയ ഇന്ത്യക്കാരനാണ് ശ്രീ മദൂദി. അവിടെ അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്താണ് ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിൽ നടത്തിയ ക്രൂരമായ വംശഹത്യ, ആ വംശഹത്യയെ തുടർന്ന് അവിടെ ഒരു അന്വേഷണ കമ്മീഷൻ വന്നു. ആ അന്വേഷണ കമ്മീഷൻ മുന്നിൽ മദൂദിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, കമ്മീഷൻ ചോദിക്കുന്നു, മതന്യൂനപക്ഷങ്ങളായ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അഹമ്മദിയ വിഭാഗങ്ങളോട് ക്രൂരമായ വംശഹത്യ നടത്തിയ നിങ്ങൾ ഇതേ രീതിയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് അവിടുത്തെ ഭൂരിപക്ഷ മതക്കാർ പെരുമാറിയാൽ എങ്ങനെയാണ് അതിനെ എതിർക്കുന്നത്? അതിന് ബഹുമാനപ്പെട്ട അന്നത്തെ ഈ ശ്രീ മദൂദി പറഞ്ഞ മറുപടി എന്താണ്? ഇന്ത്യ രാജ്യത്തെ RSS, ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇവിടുത്തെ മുസ്ലിങ്ങളോട് രണ്ടാന്തരം പൗരന്മാർ എന്ന നിലയ്ക്ക് പെരുമാറുന്നതിന് ഒരു തെറ്റുമില്ല, അത് അർഹിക്കുന്നതാണ്.